ശ്രീ LR വിനയചന്ദ്രൻ മന്ത്രി കുറേ ആശങ്കകളാണ് പങ്കുവെക്കുന്നത്. അങ്ങനെ ഒരു ആശങ്കയ്ക്ക് അടിസ്ഥാനമുണ്ട്. പ്രത്യേകിച്ചും ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് പല സത്യങ്ങളും മറനീക്കി പുറത്തു വന്നത് SIT അന്വേഷണത്തിലൂടെയാണ്, ഹൈക്കോടതിയുടെ നേരിട്ടുള്ള ഇടപെടലിലൂടെയാണ്, കൃത്യമായ നിർദ്ദേശങ്ങളിലൂടെയാണെന്നുള്ളത് കേരളം കണ്ടതാണ്. അപ്പോൾ അങ്ങനെയൊരു സാഹചര്യത്തിൽ ഇത്രയും അധികം ആശങ്ക, SIT അന്വേഷണം സ്തംഭിച്ചു എന്നതടക്കമുള്ള മന്ത്രി പറയുന്ന കാര്യങ്ങൾ, അതിലെന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ? അങ്ങനെ സർക്കാരിൻ്റെ കൈകൾ ബന്ധിക്കപ്പെട്ടൊരവസ്ഥയുണ്ടോ? അത്തരത്തിലേക്ക് അല്ലെങ്കിൽ അത്തരത്തിലൊരു നിരീക്ഷണം നടത്താൻ നമുക്ക് പൂർണ്ണമായും കഴിയുമെന്ന് തോന്നുന്നില്ല. എനിക്ക് തോന്നുന്നത് മിനിസ്റ്റർ ആരോഗ്യം കുറച്ച് സമയം വിട്ടിട്ട് ദേവസ്വത്തിലേക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കാമെന്ന് വിചാരിച്ചതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം പകർച്ചവ്യാധികൾ പിടിപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ആശുപത്രിയിൽ നിന്ന്, അത് പൊതുമേഖലയിലായാലും സ്വകാര്യ മേഖലയിലായാലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ മന്ത്രി ഒരു മുഴം മുമ്പേ നീട്ടിയെറിഞ്ഞു എന്നുള്ളത് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. പലപ്പോഴും അദ്ദേഹം അങ്ങനെയാണ്. ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ കോൺഗ്രസ്സിനകത്ത് എന്തെങ്കിലും ഒരു വിവാദമുണ്ടാകുമ്പോൾ അദ്ദേഹം മുന്നേ കൂട്ടി ഏതെങ്കിലും ഒരു പ്രസ്താവന, വിവാദമായ ഒരു പ്രസ്താവന നടത്തി അദ്ദേഹം പോകാറുണ്ട്. അത് കോൺഗ്രസ് പ്രതിപക്ഷത്തായിരിക്കുമ്പോൾ പോലും അങ്ങനെ നടത്താറുണ്ട്. ഇവിടെയും നമുക്ക് അദ്ദേഹം ഇപ്പോൾ പറയുന്നുണ്ട്, ഒരു പൂവ്, ഏത് പൂവ് ശബരിമലയിൽ ഉപയോഗിക്കണമെന്ന് കോടതി നിശ്ചയിക്കുന്നു, അല്ലെങ്കിൽ ഭക്തർ എങ്ങനെ വരി നിൽക്കണം, ഏത് രീതിയിൽ വരി നിൽക്കണമെന്ന് വരെ കോടതി നിശ്ചയിക്കുന്നു. ദേവസ്വത്തിനോ സർക്കാരിനോ അത്തരത്തിലൊരു ഇടപെടൽ നടത്താൻ കഴിയുന്നില്ല എന്ന് അദ്ദേഹം പറയുന്നു. അപ്പോൾ ഇവിടെ ഒരു ജനാധിപത്യ വ്യവസ്ഥിതിയിൽ നമ്മൾ 3 ഭാഗങ്ങളായി കാണുമ്പോൾ ജുഡീഷ്യറിയും എക്സിക്യൂട്ടീവും ലെജിസ്ലേറ്റീവും ഉണ്ട്. അപ്പോൾ അവിടെ ജുഡീഷ്യറി ചില കാര്യങ്ങളിൽ ഇടപെടുന്നത് ശരിയാണോ എന്ന തരത്തിലേക്ക് ആണ് അദ്ദേഹം കാര്യങ്ങളെ കൊണ്ടെത്തിക്കുന്നത്. പക്ഷേ ഒരു മന്ത്രിയായിരുന്നു കൊണ്ട് അദ്ദേഹം ഇത്തരത്തിലൊരു പ്രസ്താവന, അദ്ദേഹം തന്നെ അത് പറയുന്നുണ്ട്, എനിക്ക് നിയമസഭയിൽ ഇതൊക്കെ പറയാം, ധൈര്യമായി പറയാം, ആരെയും എനിക്ക് ഭയപ്പെടേണ്ടതായിട്ടില്ല. നിയമസഭയിൽ ഞാനത് സൂചിപ്പിച്ചു കഴിഞ്ഞു, അദ്ദേഹം നിയമസഭയിൽ അത് സൂചിപ്പിക്കുകയും ചെയ്തു. പക്ഷെ പുറത്തിറങ്ങി പറയുമ്പോൾ എൻ്റെ മേലെ ഏതെങ്കിലും ഒരു ചാട്ടവാർ വീഴുമോ എന്ന് അദ്ദേഹം ആശങ്ക പ്രകടിപ്പിക്കുന്നും ഉണ്ട്. ഇവിടെ നമുക്ക് അങ്ങ് ചോദിച്ചതുപോലെ ഈ കോടതിയുടെ നിരീക്ഷണത്തെ നമുക്ക് പൂർണ്ണമായും തള്ളിക്കളയാൻ അങ്ങനെ കഴിയുമെന്ന് തോന്നുന്നില്ല. കാര്യം അമിക്കസ് ക്യൂറിയെ നിയമിച്ച് അവിടെ നിന്നാണ് തുടങ്ങുന്നത്. അവിടെയാണ് അവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ കണ്ടെത്തുന്നത്. ആ പ്രശ്നം നിസ്സാരമായ പ്രശ്നമല്ല, സങ്കീർണമായ പ്രശ്നങ്ങളാണ്. ആ സങ്കീർണങ്ങളായ പ്രശ്നങ്ങളെ ഭക്തർ ഉൾക്കൊണ്ടു എന്നതാണ്. ഇപ്പോൾ മിനിസ്റ്റർ പറയുന്നത്, ഭക്തർക്കൊരു സ്വാതന്ത്ര്യമില്ലേ, ദേവസ്വത്തിനൊരു സ്വാതന്ത്ര്യമില്ലേ, സർക്കാരിനൊരു സ്വാതന്ത്ര്യമില്ലേ, ക്ഷേത്രാചാരങ്ങളിലേക്ക് എന്തിനാണ് കോടതി കടന്നു കയറുന്നത് എന്നൊക്കെ നമുക്കറിയാം. ഭക്തരവിടെ നിൽക്കവെയാണ് ഈ വാതിലിൻ്റെ ഭാഗമൊക്കെ അടർത്തിയെടുത്ത് പരിശോധനയ്ക്ക് കൊണ്ടുപോകുന്നത്. ഭക്തർ ഇളകി വന്നിട്ട് പാടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഭക്തരായിട്ടുള്ളവർക്ക് മനസ്സിലായി അവിടെ എന്തോ നടക്കുന്നുണ്ട്. ആ നടക്കുന്ന കാര്യം എന്താണ് എന്നറിയാനുള്ള സ്വാതന്ത്ര്യവും ഭക്തർക്കുണ്ട്. അത് ആരിടപെട്ടിട്ടാണ് അത് അറിയാൻ കഴിഞ്ഞത്? കോടതി ഇടപെട്ടിട്ടാണ്. കോടതി ഇടപെട്ടിട്ടില്ലായിരുന്നുവെങ്കിൽ ഇപ്പോൾ രാഷ്ട്രീയം മാറ്റിവെച്ചുകൊണ്ട് നമുക്ക് ഒരു തീരുമാനത്തിലേക്ക് എത്താൻ കഴിഞ്ഞാൽ ഭക്തരുടെ ഭാഗത്ത് കോടതി നിൽക്കുന്നു എന്നതുപോലെയാണ് നമുക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അത്തരത്തിൽ തന്നെയാണ് ഭക്തർ ഇതിനെ കാണുന്നത്. കഴിഞ്ഞ വർഷം ഞാൻ കുടുംബസമേതം ശബരിമലയിലേക്ക് പോയതാണ്. അപ്പോൾ അവിടെ ഭക്തർക്ക് ഒരു തടസ്സവും ഉണ്ടാകുന്നില്ല. അവിടെ ഉണ്ടാകുന്ന വിവാദങ്ങൾ ഭക്തരെ ബാധിക്കുന്നില്ല. അവരവരുടെ വിശ്വാസത്തിൽ അവിടെ വരുന്നു, ഭഗവാനെ തൊഴുതു മടങ്ങുന്നു. അതാണ് അവിടെ സംഭവിക്കുന്നത്. അപ്പോൾ ഇവിടെ അദ്ദേഹം പറയുമ്പോൾ അമിതമായൊരു കടന്നുകയറ്റം ഉണ്ടാകുന്നുണ്ടോ? അമിതമായ കടന്നുകയറ്റം ഉണ്ടാകണമെങ്കിൽ അതിനെ നിയന്ത്രിക്കണമെന്നാണ് അദ്ദേഹം പറയുന്നത്. അതിൽ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്ന പ്രശ്നം ഈ സ്വർണ്ണക്കൊള്ള, അത് അദ്ദേഹം വീണ്ടും ആ ഒരു വിവാദത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഈ കോടതി ഉപയോഗിക്കുന്നു എന്നാണ് എനിക്കും തോന്നുന്നത്. ആ സ്വർണ്ണക്കൊള്ള കാര്യം, ആ ഹിറ്റായ പാട്ട് എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു പ്രശ്നത്തെ അദ്ദേഹം വീണ്ടും ഈ വർത്തമാന കാലഘട്ടത്തിലേക്ക് കൊണ്ടുവരുന്നുണ്ടോ എന്നത് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ ഒരു മിനിസ്റ്ററായിരുന്നു കൊണ്ട്, ഒരു പക്ഷേ അഭിഭാഷകൻ കൂടിയായ ശ്രീ മഞ്ജുള ജെയിൻ അതേക്കുറിച്ച് പറയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.